നമുക്ക് വേണ്ടത് നമ്മൾ ബലമായിട്ട് തട്ടിയെടുക്കണം. ഞാനും ഇപ്പൊ അത് തന്നെ മനസ്സിലാലോചിച്ച് ബലം പ്രയോഗിക്കാണ്ട് ഒരുത്തിയും വഴങ്ങൂല വൃത്തിയായിട്ടുള്ളമാര്. നീയൊക്കെ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ബലാത്സംഗം ചെയ്യാനാ? ആ പോലീസ് പിടിച്ച് ഇടിച്ച് എല്ലൊടിക്കും. അതോടുകൂടി എന്നെ ദുബായ് പോക്കും മുടങ്ങും. പോലീസ് പിടിക്കുകയാണെങ്കിൽ അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്കും. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ല അതാ. അല്ലെങ്കിൽ തന്നെ ബലാത്സംഗം ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ പോലീസ് പിടിക്കണ്ട. ആ മാനേജർ ഇനി കാട്ടിലേക്ക് ഒരുത്തിനും കൊണ്ട് വന്നാ നമ്മൾ അവളെ പൊക്കും. അപ്പൊ മാനേജറോ? അത് റിസ്ക് അല്ലേ? രണ്ടുപേരെ ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ കൊണ്ടാവോ? അത് വേണ്ട റിയാസ്. ഒരു റിസ്കും ഇല്ലാത്ത ഒറ്റയ്ക്ക് ഒരു നിർത്തിണ്ടെങ്കിലാ? ആരാടത്? അതൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അവളാവുമ്പോ ഒരു ഈച്ച പോലും അറിയില്ല. നീ മനുഷ്യനെ ടെൻഷനാക്കാതെ ആളാരാണെന്ന് പറ. അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുമോ? നീ ക്ഷമിക്ക്. ആളെ ഞാൻ നാളെ നേരിട്ട് തന്നെ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം. വാ. ഇപ്പൊ വരും. എന്റെ പൊന്നു വിവേകെ, നീ മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുകയാണ്. കുറെ നേരമായല്ലോ ഇപ്പൊ വരും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇവിടെ ഇരുത്താൻ തുടങ്ങിയിട്ട്. എപ്പോ വരുമെന്ന് പറ. അതെ, ഞാനല്ല അവിടെ നിന്ന് വരണത്. വെയിറ്റ് ചെയ്. എന്നാ ആരാ വരുന്നതെങ്കിലും പറ. വെറുതെ ആളെ മെനക്കെടുത്ത്. നോക്കടാ. എടാ വിവേകെ, നിന്നെ സമ്മതിച്ചടാ. ഹരിപ്രസാദ്. ഹരി. എത്ര വയസ്സായി? 38. 38. ഇപ്പൊ ഈ ഗ്യാസിന്റെ പ്രശ്നം തുടങ്ങിയിട്ട് എത്ര നാളായി? 3 ആഴ്ചകളായി. 3 ആഴ്ചയോളായി. എന്നിട്ട് എന്തെങ്കിലും മരുന്ന് കഴിച്ചോ? കഴിക്കുന്നുണ്ട്. കഴിക്കാറുണ്ട്. അനീറ്റ, ഞാൻ ഇറങ്ങാണ്. ശരി സിസ്റ്റർ. സിസ്റ്ററേ, സിസ്റ്ററേ, സിസ്റ്ററെ, എനിക്ക് കഴുത്ത് അനക്കാൻ പറ്റുന്നില്ല. ഒന്ന് നോക്കുവോ? അയ്യോ, തെരേസ സിസ്റ്റർ പോയല്ലോ. സഹിക്കാൻ പറ്റാത്ത വേദനയാ സിസ്റ്ററെ. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാനല്ല ഇവിടെ ട്രീറ്റ് ചെയ്യുന്നേ. അതൊന്നും സാരമില്ല. ഇവിടെ വല്ല കുഴമ്പോ തൈലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പുരട്ടിത്താ സിസ്റ്ററെ. ഒന്ന് നോക്കട്ടെ.